ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ 5:30 മുതൽ ഒരു 7:15 വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ രാവിലെ 7:15 ആകുമ്പോഴത്തേക്ക് സ്കൂൾ ബസ് വരും. അപ്പോൾ ഒരു 7:10 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. രാവിലെ എണീറ്റിട്ട് എങ്ങനെ എളുപ്പത്തിൽ ജോലികളെല്ലാം തീർക്കാമെന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ സിമ്പിളായിട്ടുള്ള ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ് റെസിപ്പീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടുവെക്കാം. തലേ ദിവസം തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ, ടിഫിൻ എന്താണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ചിയാ സീഡും രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഡെയിലി രാവിലെ ചിയാ സീഡ് കുടിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. തടി കുറയ്ക്കുന്നവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ചിയാ സീഡ് നല്ലതാണ്. പിന്നെ രാവിലെ എളുപ്പത്തിൽ പണി തീരാൻ വേണ്ടിയിട്ട് ഇതേപോലെ പയറ് വർഗ്ഗങ്ങളെല്ലാം തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ഈസി ആയിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ പണി ആ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കുന്നത് നല്ലതാണ്. എല്ലാത്തിനും നമുക്ക് ചൂടുവെള്ളം ആവശ്യമാണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ആദ്യം തിളപ്പിക്കാൻ വേണ്ടി കെറ്റിലിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയറിലേക്ക് വേണ്ട കുറച്ച് സവോള അരിയാണ്. പിന്നെ നമുക്ക് സവോളയൊക്കെ അരിഞ്ഞ് തലേ ദിവസം വെക്കുകയാണെങ്കിൽ ഇതിൽ ഈസി ആയിരിക്കും. പിന്നെ ചെറുപയറിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ ടേസ്റ്റ് കുറച്ചധികം വേണം, പക്ഷേ വെളുത്തുള്ളി ഓവറാകാൻ പാടില്ല. പിന്നെ മസാലകളായിട്ട് ഒന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. എരിവിനായിട്ട് പച്ചമുളകും, നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ആ ഒരു പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് മക്കൾക്കുള്ള പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. രാവിലെ നമ്മൾ ചിയാ സീഡ് കുടിക്കുമ്പോൾ തലേ ദിവസം നമ്മൾ നോർമൽ വെള്ളത്തിലാണ് അത് സോക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ കുടിക്കുന്നതിന് മുന്നേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് കുടിക്കുന്നത്. പിന്നെ ഒരു 1/2 ലെമൺ കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം. ഒരു ഇളം ചൂടോട് വേണം അത് കുടിക്കാനായിട്ട്. ലഞ്ചായിട്ട് ഇന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ്. ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വയ്ക്കാം. അപ്പം കറി ആകുമ്പോഴത്തേക്കും ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും ഈ ഒരു മാവ്. ചപ്പാത്തിൻ്റെ കൂടെ ചെറുപയർ കറി സ്കൂളിൽ കൊണ്ടുപോകാൻ അവർക്ക് ഇഷ്ടമല്ല. ചപ്പാത്തിക്ക് പനീറും പാലക്കും കൂടെ കറിയായിരുന്നു പ്ലാൻ ചെയ്തത്. നോക്കുമ്പോൾ പാലക്ക് ഇവിടെ ഇല്ലയെന്ന് രാവിലെയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഈസി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറിയിലേക്ക് മാറിയത്. അപ്പോഴേക്കും പാല് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി മാവിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഉപ്പും സാധാരണ പച്ചവെള്ളമാണ് എടുക്കുന്നത്, ഫിൽറ്റർ ചെയ്ത വെള്ളം, അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. കുക്കറിന് വിസിൽ വരുന്നുണ്ട്. അപ്പോൾ 2 വിസിൽ വന്നപ്പം ഓഫ് ചെയ്തിട്ടുണ്ട്. സോക്ക് ചെയ്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. പിന്നെ വെജിറ്റബിൾ കറിയിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസും ക്യാരറ്റും പൊട്ടറ്റോ, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇഞ്ചി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളുടെ ചെറുപയർ. വേറൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടലപ്പരിപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഉഴുന്നും പരിപ്പായാലും മതി. അതൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് വഴറ്റി കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ടിട്ട്. എന്നിട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി പച്ചമുളക് ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കാം പാവ് ബജി മസാല ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി നല്ല എരിവുള്ള മുളകും കൂടെ പൊടിച്ചതാണ്, അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പച്ചമണം പോകുമ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് 2-3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് കുക്കാകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടുപൊടി ഒന്ന് കുഴച്ച് വെക്കണം. പുട്ട് നേരത്തെ കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കുറച്ച് ഉപ്പും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ പുട്ടുപൊടി നനച്ചെടുക്കാം. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി പുട്ടിലേക്കുള്ള തേങ്ങ നമുക്കൊന്ന് ചെറുകിയെടുക്കണം. 3 വിസിലായപ്പോഴത്തേക്കും കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തേങ്ങ ചെരുകാന്ന് പറഞ്ഞത് ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ 2 കറക്ക് കറക്കിയെടുത്താൽ മതി. എളുപ്പത്തിൽ നമുക്ക് പണി കഴിയും. രാവിലെയൊക്കെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തേങ്ങയൊക്കെ ചിരകി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ഇതിലും ഈസി ആയിരിക്കും പണികൾ ചെയ്യാൻ. ചെറുകിയനെക്കാട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. മിക്സിയിൽ ഇതേപോലെ 2 കറക്ക് കറക്കിയെടുത്താൽ എല്ലാം ഒരേ വലുപ്പത്തിലായിട്ട് കിട്ടും. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അരച്ചിട്ട് ഞാൻ ചെറുപയർ കറിയിൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാലാണെങ്കിലും ചേർത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് ഞാൻ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ടിഫിൻ ബോക്സിലേക്ക് ഒരു ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. സ്കൂളിൽ മുട്ട അതേപോലെ നോൺ വെജുകളൊന്നും തന്നെ അലൗഡ് അല്ല. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. കുക്കർ വിസിൽ വന്നിട്ട് മാറ്റി വെച്ചില്ലേ, അപ്പോൾ ഒരു സ്മാഷറില്ലേ, പൊട്ടറ്റോ അതെന്തെങ്കിലും അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് വരണം. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കും ഇതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ ഇതേപോലെ മല്ലിയില കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബോക്സിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതുപോലെ കട്ട് ചെയ്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ കറി നമുക്ക് വേറെ താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും പാവ് ബജി കാണാം. മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റ് എല്ലാം. അപ്പം പാവ് ബജി മസാല ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു കറി ഇഷ്ടമാവും. ചെറുപയർ കറി തേങ്ങ ഒഴിച്ച് തിളപ്പിച്ച് വെച്ചതാണ്. ഈ സാൻഡ്വിച്ചിൽ സവോള വഴറ്റി എടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും കടുകും കൂടെ പൊട്ടിച്ച് ഈ ഒരു ചെറുപയർ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. സവോള ഒന്ന് വഴഞ്ഞ് വരുമ്പം കുറച്ചധികം ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും. പിന്നെ കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ പിസ്സ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്താലും മതി. കുറച്ച് മയോണൈസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് പുട്ടും കുറ്റിയിലേക്ക് നമുക്ക് പൊടികളും തേങ്ങയും ചേർത്ത് കൊടുക്കാം. സ്കൂളിൽ മുട്ട അലൗഡ് അല്ലാത്തതുകൊണ്ട് മുട്ടയ്ക്ക് പകരം ഇടയ്ക്ക് പനീർ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇന്ന് ഞാൻ വെറും ക്യാരറ്റും സവോളയും മാത്രമാണ് വെജിറ്റബിളായിട്ട് ചേർത്തത്. നമുക്ക് പനീറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളും കഴുകുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം കൂടെ കാണിച്ചാൽ ഭയങ്കര ലോങ് ആയിട്ട് പോകും വീഡിയോ. ഇനി നമുക്ക് ചപ്പാത്തി ഓരോ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ട് സാധാരണ പരത്തിയിട്ട് ഒരുപാട് തിന്നായിട്ടല്ല എന്നാൽ ഒരുപാട് കട്ടിയല്ല, എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോഴേക്കും നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ബട്ടർ ഒഴിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഇല്ലേ ക്യാരറ്റിൻ്റെ, അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചീസില്ലേ, നമുക്കിപ്പോൾ സാധാ ചീസാണെങ്കിൽ ഇത് കട്ടയാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് സ്ലൈസ് ആയതുകൊണ്ട് അതേപോലെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് മയോണൈസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇതേപോലെ നമുക്ക് ഫില്ലിങ്സൊക്കെ റെഡിയാക്കിയിട്ട് വീണ്ടും കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഓരോ ചപ്പാത്തി പരത്തുന്നതും ചുടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചുട്ട് കഴിഞ്ഞിട്ടാണ് നെയ്യാക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ചുടുന്ന സമയത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ നെയ്യും ബട്ടറൊന്നും. ഇങ്ങനെ ചുട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നോർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ലഞ്ചിന് മസ്റ്റായിട്ടും ചപ്പാത്തി ഉണ്ടാവും. അപ്പോൾ അവിടെ സ്കൂളിലൊക്കെ അവർ പറയും അധികമായും ചപ്പാത്തിയെ കൊണ്ടുവരിക, അല്ലെങ്കിൽ പുലാവ്, മിക്സഡ് റൈസ് അങ്ങനത്തെയൊക്കെ അല്ലേ, പാലക് റൈസ് അതൊക്കെ. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ഇതാ പുട്ടും ചെറുപയർ കറിയും ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ടിഫിൻ ബോക്സിലേക്ക് സാൻഡ്വിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഓരോന്ന് പാക്ക് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ആപ്പിളും ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ലഞ്ചിൻ്റെ കൂടെ ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കും. ഇതില്ല റേസിൻസും അല്ലെങ്കിൽ ബദാം, പിസ്ത, അതൊക്കെ ഇങ്ങനെ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് കുറച്ചിങ്ങനെ ഒരു ചെറിയൊരു ബോക്സിലാക്കിയിട്ട് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ടായിട്ട് ഏതെങ്കിലും ഒന്നാണ് കൊണ്ടുപോവുക. ഇന്ന് ആപ്പിളാണ് അധികം. ആപ്പിള്, പഴം, ഗ്രേപ്സ്, ഇതാണ് അവരുടെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ മക്കളെ പോയി വിളിച്ച് അവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അവരെ റെഡിയാക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:10 ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ 7:10 കഴിയുമ്പോഴത്തേക്ക് തന്നെ ബസ് വരും. രാവിലെ സ്കൂളിൽ പോകാൻ എല്ലാ കുട്ടികൾക്കും മടിയായിരിക്കും അല്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും. ഒട്ടും ഇഷ്ടമല്ലാതെയാണ് റെഡി ആയിട്ട് പോകുന്നത്. ഉറക്കത്തെണീറ്റ് രാവിലെ പോകണ്ടേ 7 o'clock. അപ്പോൾ അതിൻ്റെ ഒരു മടി മുഖത്ത് കാണുന്നുണ്ട്. അങ്ങനെ ലിഫ്റ്റൊക്കെ ഇറങ്ങി പുറത്തേക്ക് പോവുക കേട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ നല്ല തണുപ്പുണ്ട്, ചെറിയ മഴയുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ അറിയാലോ നല്ല മടിയായിരിക്കും.
ചില ദിവസം ബസ് വരാൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആവും കേട്ടോ. ചില ദിവസം കറക്റ്റ് ടൈമിൽ വരും. പിന്നെ വാട്സപ്പിൽ ലൈവ് ലൊക്കേഷൻ ഇടും. അപ്പോൾ അതാ എത്താറായി എന്നും പറഞ്ഞ് പോവുകയാണ്. ഗേറ്റിൻ്റെ അടുത്തേക്ക് നടക്കുക കേട്ടോ. അപ്പോൾ ബസ് അവിടെയാണ് നിർത്തുക. ബസ് വരുന്നതും കയറുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു, ബൈ.